ഒരു പ്രത്യേകത കാണാം. നമുക്കതുകൊണ്ട് തുടങ്ങാം. വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുന്ന ആളുകൾ വമൻ ഖറഅഹ യൗമൽ ജുമുഅത്തി ഖബല സ്വലാത്തി, ജുമുഅ നിസ്കാരത്തിന് മുമ്പ് സൂറത്തുൽ ഖദർ ഒരാൾ പാരായണം ചെയ്തു. എത്ര തവണ? സലാസ മറാത്ത്, 3 തവണ. 300 തവണയാണെന്ന് പറഞ്ഞ് നമ്മൾ ബേജാറാക്കിയില്ല. 3 തവണ സൂറത്തുൽ ഖദർ മിനിറ്റുകൾക്കുള്ളിൽ ചെല്ലാൻ കഴിയും. സൂറത്തുൽ ഖദർ 3 തവണ പാരായണം ചെയ്താൽ, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് പാരായണം ചെയ്താൽ, കതബല്ലാഹു ലഹു ഫി ഹസനാതിഹി ബിഅദദി മാ സ്വല്ലൽ ജുമുഅ ഫി ദാലിക്കൽ യൗം. അല്ലാഹു സുബ്ഹാനഹു തആല അവനൊരു നന്മ രേഖപ്പെടുത്തും. ആ നന്മയുടെ എണ്ണം എത്രയാ? 1000 ആണോ 10,000 ആണോ? എത്ര നന്മയാണ്, ഹസനത്താണ് അവനെ രേഖപ്പെടുത്തുന്നത്? അതിൻ്റെ പ്രത്യേകത ഹദീസിൽ പറയുന്നത്, കതബല്ലാഹു ലഹു, അള്ളാഹു അവന് രേഖയാക്കി വെക്കും, ഫി ഹസനാതിഹി, നന്മയിൽ നിന്ന് അവന് രേഖയാക്കി വെക്കുന്നത്, ബിഅദദി മാ സ്വല്ലൽ ജുമുഅ ഫിൽ യൗം, ആ ജുമുഅ ദിവസം ജുമുഅ നിസ്കരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇബാദുകൾ എത്രയുണ്ട്? മനുഷ്യരിൽ എത്ര ആളുകൾ ജുമുഅ നിസ്കരിക്കുന്നുണ്ട് അല്ലേ? ജുമുഅക്ക് പങ്കെടുക്കുന്ന മാലാഖമാർ എത്രയുണ്ട്? ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ പേര് രേഖയാക്കി വെക്കാൻ വേണ്ടി വാതിൽക്കൽ മലക്കുകൾ കാത്തു നിൽക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാമല്ലോ. അവരവരുടെ ഏടുകൾ മടക്കി വെച്ച് ഖുത്ബ തുടങ്ങുമ്പോൾ അവിടെ പോയിരുന്ന് ജുമുഅയിൽ പങ്കെടുക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ. ജുമുഅയിൽ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ, അടിമകളിൽ അന്ന് ജുമുഅ നിസ്കരിച്ച ആളുകളുടെ കോടാനുകോടി എണ്ണക്കണക്കിന് നന്മകൾ അള്ളാഹുവിൻ്റെ രേഖയാക്കി വെക്കും. എന്താ ചെയ്യേണ്ടത്? ജുമുഅ നിസ്കാരത്തിന് മുമ്പ്, ജുമുഅക്ക് മുമ്പ് 3 വട്ടം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറ പാരായണം ചെയ്യുക. അള്ളാഹു നിത്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ജുമുഅ നിസ്കാരത്തിനും മുമ്പും, ജുമുഅക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.